ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിഞ്ചീസ് വ്ലോഗ്. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പഴംപോളയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ഞാൻ 3 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം മുറിച്ചിട്ട് നെയ്യിലെല്ലാം വഴറ്റുന്നത് കാണിക്കാം. വീഡിയോയിലോട്ട് പോകാം. 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് പാല്, കുറച്ച് പഞ്ചസാര, കുറച്ച് നെയ്യ്, 4 മുട്ട, കുറച്ച് ഏലക്കായ, ഇതെല്ലാം കൂടിയിട്ടാണ് ഞാൻ പഴംപോള ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഴം 4 കീറാക്കിയിട്ടാണ് ഞാൻ ചെറുങ്ങനെ മുറിച്ചെടുക്കുന്നത്. ഇതേപോലെയാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 3 നേന്ത്രപ്പഴവും മുറിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ്, ഇതാ മുട്ട പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട്. നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഇതാ മുട്ട ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മറ്റേ ബീറ്റർ വെച്ചിട്ടല്ല, ഇത് വെച്ചിട്ടാണ് മുട്ട നല്ലോണം ഉടച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാര ഇടാം. ഇനി പഞ്ചസാര ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്യുക. നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് പാലും കൂടി ഒഴിക്കാം. ഇനി ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച്, നേരത്തെ നിങ്ങളോട് പറയാൻ വിട്ടുപോയി, അണ്ടിപ്പരിപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. മുന്തിരി വേണം, പക്ഷേ മുന്തിരി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മുന്തിരി എടുക്കുന്നില്ല. ഞാൻ അതിന് പകരം മുന്തിരി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പിസ്തയാണ് എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാ ഗ്യാസ് കത്തിക്കുന്നുണ്ട്. പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചു. ആവശ്യത്തിനുള്ള നെയ്യും ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പെല്ലാം വറുത്തെടുക്കാനുള്ള നെയ്യ് ഒഴിച്ചു. ഇനി അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ടു. അപ്പോൾ ഗൈസ്, ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ്. എന്നിട്ട് വേണം പഴം ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി. എന്നിട്ടത് ഈ മുട്ടയും പാലും പഞ്ചസാരയും മിക്സ് ചെയ്തതിൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് ഈ പാനിൽ ഒഴിച്ചിട്ട് സിമ്മിലാക്കി വെക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും പഴംപോള റെഡി ആയിട്ടുണ്ടാവും. അണ്ടിപ്പരിപ്പെല്ലാം റെഡി
റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി പഴം എടുത്തിട്ടിടാം. ഈ നെയ്യിലേക്ക് പഴം എടുത്തിടുന്നുണ്ട്. അപ്പോൾ നല്ലവണ്ണം ഇതിൻ്റെ അകത്തുനിന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം വഴന്നതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ ഇതാ പഴമെല്ലാം നല്ല റെഡിയായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ പഴത്തിന് എടുക്കുക. ചൂടാറിയതിന് ശേഷം ഇടാം. ചൂടോടെ ഇടാൻ പാടില്ല, അപ്പോൾ മുട്ടയെല്ലാം ഇതായി പോവില്ലേ. അപ്പോൾ അത് നാറാൻ വെക്കാം. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ പഴമെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വഴറ്റി നെയ്യിലെല്ലാം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതാ ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഇത് ആക്കാൻ നോക്കാം. അപ്പോൾ ആ പഴത്തിനെ തണിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഈ മുട്ടയിലാക്കിയതിൻ്റെ അകത്തേക്ക് ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നമുക്ക് യോജിപ്പിക്കാം. എന്നിട്ട് വേണം പാന് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് എന്നിട്ട് ഇത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാം നല്ല അടിപൊളിയായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഈ പാന് കത്തിച്ച് വെക്കാം. ഗ്യാസ് കത്തിച്ച് പാന് വെച്ച് പാന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു അതെല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. പാന് ചൂടായി കഴിഞ്ഞ് ഇതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കുക. ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ടൈം നോക്കി ആക്കാം. അപ്പോൾ പാന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്. പഴത്തിനെല്ലാം എല്ലാടി റെഡിയാക്കി വെക്കട്ടെ. അപ്പം ഇത് അടച്ചു വെക്കാം. ഒരു മീഡിയം തീയിലാണ് ഞാൻ വെക്കുന്നത്. ഇനി ഇതായി കഴിഞ്ഞിട്ട് കാണാം. ഹലോ ഗൈസ്, ഇതാ ഞാൻ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ അണ്ടിപ്പരിപ്പെല്ലാം ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഏകദേശം എല്ലാം ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ റെഡിയായി എന്നാണ് തോന്നുന്നത്. ഇതൊന്ന് മറിച്ചിട്ട് ക്ലിയറാക്കി കൊടുക്കാമല്ലോ. പ്ലേറ്റിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് ക്ലിയറാക്കി എടുക്കാമല്ലോ നമുക്ക്. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എല്ലാം റെഡിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെയും വെക്കേണ്ട കാര്യമില്ലല്ലോ. ഏകദേശം റെഡിയായിട്ടുണ്ട്.
അണ്ടിപ്പരിപ്പൊക്കെ റെഡിയാക്കി എല്ലാം വെച്ചു. പിന്നെ ഇതിൻ്റെ മുകളിലിട്ട് കുറച്ച് പിസ്തയുള്ളത് അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം അടിപൊളി കായപ്പോള അങ്ങനെ റെഡിയായി. ഇനി പ്ലേറ്റിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ് ഞാൻ ഇതെല്ലാം ഒന്ന് അമർത്തി കൊടുക്കട്ടെ. ഇതിൻ്റെ മുകളിൽ നല്ല ശരിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പെല്ലാം നല്ല റെഡിയായിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ അവിടെ നിന്നോളുമല്ലോ, അതിനു വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാ ഗൈസ് പ്ലേറ്റിലേക്ക് തട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹലോ ഗൈസ്, ഇതാ കായ്പോള റെഡിയായി. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മുറിച്ച് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.